ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. പ്രസവിച്ചിട്ട് 6 മണിക്കൂർ ഇടയിലാണ് നമുക്ക് അതിനെ കിട്ടുന്നത്. ജനിച്ച ഏതാനും മണിക്കൂറുകൾക്കകം മനുഷ്യരുടെ കയ്യിലെത്തി കിട്ടിയ കുഞ്ഞയ്യപ്പനെ കുറിച്ചാണ് നിങ്ങളോടിന്ന് പറയുവാൻ പോകുന്നത്. വ്യാഴാഴ്ച രാവിലെ കൂനമ്പൻമൊഴിയിൽ വനാതിർത്തിയോട് ചേർന്ന റബ്ബർ തോട്ടത്തിലാണ് ആനക്കുട്ടിയെ കണ്ടെത്തിയത്. രാവിലെ റബ്ബർ വെട്ടാൻ ചെന്ന ടാപ്പിങ്ങുകാരാണ് ഫോറസ്റ്റുകാരെ വിളിച്ച് വിവരമറിയിക്കുകയും അതറിഞ്ഞ് ഫോറസ്റ്റുകാർ അവിടെ ചെല്ലുകയും ചെയ്തു. കുത്തനെയുള്ള ചരിവിൽ പ്രസവിച്ച സ്ഥലത്തു നിന്നും 109 മീറ്ററോളം താഴേക്ക് നിരങ്ങി വീണ ആനക്കുട്ടിയെ തിരികെ കയറ്റി വനത്തിലേക്ക് കൊണ്ടുപോകാനാകാതെ ആനക്കൂട്ടം മടങ്ങിയെന്ന നിഗമനത്തിലാണ് വനപാലകർ. വെച്ചൂച്ചിറ മൃഗാശുപത്രിയിലെത്തിച്ച് ചികിത്സ നടത്തിയ ശേഷം വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് റാന്നിയിലെത്തിച്ചത്. കുട്ടിയാനയുടെ ആരോഗ്യനില നിരന്തരം പരിശോധിക്കുന്നുണ്ട്. ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു എന്നാണ് വനപാലകർ പറയുന്നത്. കാഴ്ചക്കാരെ കുറുമ്പ് കാട്ടി ഓടി നടക്കുന്ന കുട്ടിയാന കൗതുകമാകുന്നു. അരികിലെത്തുന്നവരെ കുട്ടിത്തുമ്പിക്കൈ കൊണ്ട് ചുറ്റിയും പിന്നാലെ നടന്നും റാന്നി ഫോറസ്റ്റ് ഓഫീസിലെത്തിച്ച കുട്ടിയാനയാണ് ആകർഷമാകുന്നത്. റാന്നിയിൽ വനം വകുപ്പിൻ്റെ ദ്രുതകർമ്മസേന കേന്ദ്രത്തിലെ കിരീട്ട മുറിയിലാണ് കുട്ടിയാനയുള്ളത്. വനം പാലകരുടെയും വെറ്റിനറി ഡോക്ടർമാരുടെയും പരിചരണത്തിലും ലാളനയിലുമാണ് അപ്രതീക്ഷിതമായെത്തിയ ഈ അതിഥി. കണ്ടെത്തുമ്പോൾ അവശനിലയിലായിരുന്നു കുട്ടിയാന. ഇപ്പോൾ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടതായി ഡോക്ടർമാർ വിലയിരുത്തി. അടുത്ത കോന്നിയിലെയോ കോട്ടൂരിലെയോ ആനത്താവളത്തിലേക്ക് മാറ്റും. രാവിലെ ആണ് ഇവനെ കിട്ടിയത്. കൊച്ചു കുഞ്ഞിനെ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അവനെ നോക്കേണ്ടത്. അമ്മയുടെ സ്നേഹം നൽകിയത് കൊണ്ടാണ് കുറുമ്പ് കാട്ടി ചേർന്ന് പനി നല്ല കണ്ണൊക്കെ എല്ലാ സ്നേഹവും ഡിഗ്രിയോ മറ്റോ ഇടയ്ക്ക് ഈ ചിലപ്പോൾ ഈ കൊച്ചുള്ളൊരു സ്വപ്നം കണ്ട് എഴുന്നേക്കും, ചാടി എഴുന്നേറ്റ് കരച്ചിലൊക്കെ അതേപോലെ തന്നെയാണ് ഇത്. ഞെട്ടി എഴുന്നേറ്റ് ആളെ കണ്ടില്ലെങ്കിൽ വിളി. അപ്പോൾ നമ്മൾ അടുത്ത് വേണം, അടുത്ത് പേടിച്ചു പോകും ചിലപ്പോൾ എന്താ സംഭവം എന്നറിയാം. അപ്പോൾ നമ്മൾ അടുത്ത് പതുക്കെ ഇങ്ങനെ തട്ടിക്കളി കൊടുത്തായി പിന്നെ ഉറങ്ങിക്കൊള്ളും. വീണ്ടും കിടന്നുറങ്ങും. ആശായി ഫുൾ സൈഡിൽ കിടന്നുറങ്ങും. ഇവനിപ്പോൾ ആരോഗ്യവാനാണ്. പക്ഷേ സന്ദർശകരെ നിയന്ത്രിച്ചിട്ടുണ്ട്. കാരണം ഇവൻ തീരെ കുഞ്ഞായതുകൊണ്ട് എന്തെങ്കിലും പകർച്ചവ്യാധികളോ അസുഖങ്ങളോ പിടിപെടുമെന്ന് ഭയന്നുകൊണ്ട് അവനെ കാത്തു സൂക്ഷിക്കുന്ന വനപാലികരല്ലാതെ മറ്റാരെയും അവിടെ സന്ദർശകരായി കയറ്റി വിടുന്നില്ല. അവർ പറയുന്നത് വലിയ സന്തോഷത്തോടെയാണ് പറയുന്നത്. ഈ കുഞ്ഞാന അവനെ ആദ്യം കൊണ്ടുവന്നപ്പോൾ പാല് കുടിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ പാല് കുടിക്കും. ലാക്ടോജൻ കലക്കിയാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ പ്രോട്ടീൻ പൗഡറും ഒക്കെ കലക്കി അവന് കൊടുക്കുന്നു. ഇപ്പം അവൻ ആരോഗ്യവാനായിട്ട് നടക്കുന്നു. അതുമാത്രമല്ല, അവൻ പറഞ്ഞ് പാല് കുടിച്ചതിന് ശേഷം 2 മണിക്കൂർ കിടന്നുറങ്ങും. അത് കഴിഞ്ഞ് അവനെ നോക്കുന്ന വനപാലകൻ കിടന്നുറങ്ങുകയാണെങ്കിൽ അവൻ വന്ന് തട്ടി വിളിച്ച് അവന് പാല് ചോദിക്കും എന്നും, അല്ലെങ്കിൽ പുള്ളിയെ കണ്ടില്ലെങ്കിൽ, ആ വനപാലകനെ കണ്ടില്ലെങ്കിൽ അവൻ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് ബഹളം വയ്ക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അവർക്ക് വലിയ സന്തോഷമാണ്. അതിൻ്റെ പുറകെ ഒരമ്മയുടെ പുറകെ നടക്കുന്നത് പോലെയാണ് ആ വനപാലകൻ്റെ പുറകെ തൊട്ടുരുമി നടക്കുന്നത്. ചെല്ലുന്നവരോടെല്ലാം അവനത്ര സ്നേഹവും കുടുംബമൊക്കെ കാണിക്കുകയാണ്. പക്ഷേ വനപാലകൻ പറഞ്ഞു, പരിചയമില്ലാത്തവർ ചെന്ന് കഴിഞ്ഞാൽ അവൻ അടുക്കാതെ ഓടി ഒരമ്മയുടെ അടുക്കൽ എങ്ങനെ തൻ്റെ കുഞ്ഞ് ചെല്ലുന്നു അതുപോലെയാണ് അവൻ അവിടെ നിൽക്കുന്നത്. എല്ലാവർക്കും ഒരു കൗതുകമായിരിക്കുകയാണ്. അവനെ ഇനി കാട്ടിലേക്ക് വിടുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാരണം, ഇനി അവനെ കാട്ടിലേക്ക് വിട്ടാൽ അമ്മ സ്വീകരിക്കത്തില്ല. അത് മാത്രമല്ല, മനുഷ്യരുമായി ഇണങ്ങിച്ചേർന്ന കുഞ്ഞ് അമ്മയെ കാണാതെ വളർന്നതുകൊണ്ട് അല്ലെങ്കിൽ ജീവിച്ച് നിന്നതുകൊണ്ട് ഇനിയും അമ്മയുടെ കൂടെ പോകാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് അവനെ ആനക്കുട്ടിലേക്ക് മാറ്റുന്നത്. അവനൊരു കൊച്ചയ്യപ്പനായി കോന്നിയിലോ കോട്ടൂരിലോ വളർന്നു വരും. നമുക്ക് വീണ്ടും അവൻ്റെ വിശേഷങ്ങൾ കേൾക്കുവാനും കാണുവാനും ഒക്കെ കഴിയും. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പിന്നെ അവിടെ ആയിരുന്നു കുറച്ച് നേരം ചികിത്സ. വെച്ചുച്ചിറ പിന്നെ ഒരു ദിവസം 1.5 ദിവസത്തോളം ഒബ്സർവേഷൻ അവിടെ ഉണ്ടായിരുന്നു. ഡോക്ടർമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇത്തിരി ഒന്ന് ആക്റ്റീവായപ്പം പിന്നെ ഇവിടത്തേക്ക് ഏൽപ്പിച്ചു നോക്കാൻ വേണ്ടി, ആറാട്ടിലേക്ക്. പിന്നെ അന്ന് ആ ദിവസം തൊട്ട് 6 ദിവസം വരെ ഇവിടെയാണ്. ഒരു ദിവസം മാത്രം ആശുപത്രി ഉണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല ഇതുവരെ.
കിടന്നുറങ്ങും. ആശാൻ ഫുൾ സൈഡിൽ കിടന്നുറങ്ങും. എഴുന്നേക്കുമ്പോൾ വന്ന് വിളിച്ചോളും. അപ്പോൾ അവനായിരിക്കും, കാരണം ഞാൻ ഉറങ്ങിപ്പോവും. അവൻ വന്ന് വിളിച്ച് ഉണർത്തിക്കോളും. 2 മണിക്കൂർ സ്ഥിരം ഉറക്കമാണ് എന്തായാലും. 2 മണിക്കൂർ കൺഫേമാണ്. 2 മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ അലാറം വെച്ചിട്ടുണ്ടാവും. അപ്പം അതിന് മുന്നേ എഴുന്നേക്കണമെങ്കിൽ ഞാൻ വന്ന് വിളിച്ചോളും. കുഞ്ഞിനെ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അവനെ നോക്കേണ്ടത്. കണ്ടേ ഇടയ്ക്ക് ഈ ചിലപ്പോൾ ഈ കൊച്ചുള്ളൊരു സ്വപ്നം കണ്ട് എഴുന്നേക്കും, ചാടി എഴുന്നേറ്റ് കരച്ചിലൊക്കെ. അതേപോലെ തന്നെയാണ് ഇത്. ഞെട്ടി എഴുന്നേറ്റിട്ട് ആളെ കണ്ടില്ലെങ്കിൽ വിളി. അപ്പോൾ നമ്മൾ അടുത്ത് വേണം. അടുത്ത് പേടിച്ചു പോകും ചിലപ്പം, എന്താ സംഭവം എന്നറിയാം. അപ്പോൾ നമ്മൾ അടുത്ത് പതുക്കെ ഇങ്ങനെ തട്ടിക്കഴുതി കൊടുത്തായി പിന്നെ ഉറങ്ങിക്കൊള്ളും വീണ്ടും. ആനെ കാണുന്ന ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട്. കാരണം അവർക്കൊരു ഇത്രയും കുഞ്ഞിനെ ആരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല. അതിനുകൊണ്ട് ഇതുവരെ മറച്ച് ഇങ്ങോട്ടൊന്നും ആളെ കയറ്റത്തില്ല. അവിടെ തന്നെ ആളെ നിർത്തി. പെട്ടെന്ന് ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുള്ളൂ കുഞ്ഞിന്. അപ്പോൾ അതുകൊണ്ട് ആരെ അങ്ങനെ പെട്ടെന്ന് അനുവദിക്കാം. അവരവിടെ നിന്ന് കണ്ടിട്ടങ്ങ് പോകത്തില്ല. ഉറക്കം വരുമ്പം അറിയാൻ പറ്റും. ഇങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട് അടുത്ത് ചാരി നിന്നോളും. അപ്പോഴേ അറിയാം ഉറക്കം വരെയാണെന്ന്. അങ്ങനെ കൊണ്ടുപോയി അവിടെ ഇങ്ങനെ നമ്മൾ നിന്നു കൊടുത്താൽ മതി. അവൻ നമ്മളെ കാലിൽ ഇങ്ങനെ ചാരി കിടന്ന് ഉറങ്ങിയിട്ട് പതുക്കെ അങ്ങ് ഇരുന്നോളും. ഇരുന്നങ്ങ് കിടന്ന് ഉറങ്ങിക്കോളും 2 മണിക്കൂറോളം. അവനൊരു മസാജ് പോലെ അതവന് ഇഷ്ടമാണ്. ഇങ്ങനെ തടയി ഇങ്ങനെ നിന്നോളും. ഇപ്പോഴേ ഈ കാത് കേട്ടാൻ 2 ദിവസമായുള്ളൂ തുടങ്ങിയിട്ട്. 2-3 ദിവസമായുള്ളൂ. അല്ല കാത് കുഞ്ഞല്ലേ, അപ്പോൾ അത് ഒന്ന് ഇങ്ങനെ വരാൻ വേണ്ടി ഒരു സമയം എടുക്കും. പോയാലും ചെറുതായി ബാതിലൊന്ന് തട്ടി പോകും, ആരും ഇളകുന്നതൊന്ന്. അപ്പോൾ പൂട്ടിയിടെ പോകണം, അല്ലെങ്കിൽ ഇറങ്ങി വെളിയിൽ ചാടും. ആക്റ്റീവായി നല്ലതുപോലെ ഒന്ന് വായന ശേഷം മാത്രമേ പേരൊക്കെ ഉള്ളൂ. നമ്മുടെ സ്നേഹത്തോടുള്ള വിളികൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോഴാണ് അവൻ്റെ ഇത് റെസ്പോൺസ് കിട്ടുന്നത്. എണ്ണ തേച്ച് കൊടുത്തായിരുന്നു ഡോക്ടർ പറഞ്ഞേക്കും. അതിൻ്റെ ഒലിവ് ഓയിലിൽ ആ ഒരു ഫിനിഷിങ്, ആ ഒരു ഗ്ലേസിങ് ഒക്കെ വരാണ്. എവിടെ കൊണ്ട് ചീടിച്ച് വരച്ചാണ് ഈ അവിടുത്തെ കളറില്ലാത്തത്. അത് ഇവനെ ഇവിടെ നിന്ന് കോന്നിലോട്ടോ അല്ലെങ്കിൽ കോട്ടൂരോട്ടായിരിക്കും ചിലപ്പോൾ മാറ്റുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.